മരം ഇവയിൽ നിന്ന് അവയുടെ പ്രവേശന കുഴൽ ആദ്യം നാം അടർത്തി മാറ്റുക. അതിനുശേഷം 3/4 അടി ഉയരമുള്ള ഒരു മൺകലമെടുത്ത് മൺകലത്തിൻ്റെ ചുവട്ടിൽ ഈച്ചയ്ക്ക് കയറാവുന്ന വിധം ആണി കൊണ്ടൊരു പ്രവേശന ദ്വാരം നൽകുക. ഈ കലത്തിൻ്റെ വായ പ്രവേശനദ്വാരം നടുക്ക് വരത്തക്ക രഹിതം ഭിത്തിയോട് ചേർത്തുറപ്പിക്കുക. കുറ്റി നാട്ടിയോ ആണി ചുറ്റുമടിച്ച് കമ്പി കെട്ടിയോ കലമുറപ്പിക്കാം. കലത്തിൻ്റെ വായ ഭാഗം ഭിത്തിയോട് ചേരുന്നിടം മെഴുക്, കളിമണ്ണ്, ചാണകം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഭദ്രമായി അടയ്ക്കുക. കലത്തിൻ്റെ ചുവട്ടിൽ നാം ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ മാത്രമേ ഈച്ചയ്ക്ക് കയറാനും ഇറങ്ങാനും കഴിയാവൂ. അടർത്തി മാറ്റിവെച്ച പ്രവേശന കുഴൽ കലത്തിൻ്റെ ചുവട്ടിലെ ദ്വാരത്തിൽ മെഴുക് ഉപയോഗിച്ച് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഈച്ചകൾക്ക് ഈ കൂട് കണ്ടെത്താൻ, പ്രവേശനദ്വാരം കണ്ടെത്താൻ എളുപ്പമാവും. ചുരുങ്ങിയത് 6 മാസമെങ്കിലും കലം ഇപ്രകാരം ഇളകാതെ വയ്ക്കണം. 6 മാസത്തിന് ശേഷം കലം തുറന്നു നോക്കി കലത്തിനുള്ളിൽ റാണിയും മുട്ടയും തേനും പൂമ്പൊടിയും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കിയാൽ സന്ധ്യാസമയം കലം ഇളക്കിയെടുത്ത് കലത്തിൻ്റെ വായ ഒരു പലക കൊണ്ടടച്ച് അനുയോജ്യമായ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി സ്ഥാപിച്ച് വളർത്താം. എല്ലായ്പ്പോഴും നമുക്ക് ഇപ്രകാരം കലം സ്ഥാപിക്കാൻ കഴിയണം എന്നില്ല. ചിലയിടങ്ങളിൽ നമുക്ക് കലം ചേർത്തുറപ്പിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരു ഭിത്തിയുടെ മൂലയിലോ അതേപോലെ തന്നെ പൈപ്പുകൾ പ്രവേശിക്കുന്ന ഭാഗത്തൊക്കെ ആകുമ്പോൾ കലം ഭിത്തിയോട് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തരം ഭാഗങ്ങളിൽ തേനീച്ചകളെ കൂട്ടിലേക്കാക്കാൻ മറ്റൊരു രീതിയാണ് അവലംബിക്കുന്നത്. വളരെ ചെറിയ ഒരു ചോർപ്പ് അഥവാ ഫണലെടുത്ത് ചോർപ്പിൻ്റെ വായ ഭാഗം കൂടിൻ്റെ പ്രവേശന ദ്വാരത്തിങ്കിൽ മെഴുക് ഉപയോഗിച്ച് ഉറപ്പിക്കുക. 1-2 ദിവസത്തേക്ക് ചോർപ്പിൻ്റെ വാലിൽ കൂടെ മാത്രമേ ഈച്ച പുറത്ത് കടക്കാവൂ. അതിനുശേഷം 1 അടി നീളമുള്ള സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് എടുത്ത് അതിൻ്റെ ഒരറ്റം ചോർപ്പിൻ്റെ വാലിൽ ഘടിപ്പിക്കുക. അപ്പോൾ തേനീച്ചകൾക്ക് പുറത്തേക്ക് പോകാൻ ഫണലിലൂടെ കടന്ന് പ്ലാസ്റ്റിക് ട്യൂബിലൂടെ സഞ്ചരിച്ച് മാത്രമേ പുറത്തേക്ക് പോകാൻ അനുവദിക്കാവൂ. 2 ദിവസം ഇപ്രകാരം പൈപ്പ് സൂക്ഷിച്ചതിന് ശേഷം ഈ കൂടിനോട് ചേർന്ന് ദീർഘചതുരാകൃതിയിലുള്ള ഒരു തടിപ്പെട്ടി ഉറപ്പിക്കുക.